എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുപാതവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 5. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ കണ്ടത് ഭഗവാന്റെ സതീദേവിയുടെ ദേഹം പ്രാണത്യാഗവും അതിനെ തുടർന്ന് കോപിഷ്ഠരായിട്ടുള്ള മഹാദേവൻ്റെ ഭൂതഗണങ്ങൾ ആ യാഗശാലയിലേക്ക് ദക്ഷനെ വധിക്കാനായിട്ട് കടന്നു വന്നപ്പോൾ ദേഷ്യം വന്നിട്ട് ഭൃഗു മഹർഷി കയ്യിൽ ജലമെടുത്തിട്ട് ആ യജ്ഞഭൂമി സ്ഥലത്തിൻ്റെ വടക്കോട്ട് തെക്കോട്ട് തിരിഞ്ഞു നിന്ന് തർപ്പണം ചെയ്തപ്പോൾ ഋതുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആയിരക്കണക്കിന് ദേവന്മാർ, മഹാബലശാലികളായിട്ടുള്ള ദേവന്മാർ ആ കർമ്മത്തിൽ നിന്നും ആ തർപ്പണത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. അവരാണ് പിന്നീട് മഹാദേവന്റെ ഭൂതഗണങ്ങളെ ആക്രമിച്ചപ്പോൾ ഭൂതഗണങ്ങൾ പേടിച്ച് ഓടിപ്പോയി എന്ന ഭാഗം വരെയാണ് നമ്മൾ കണ്ടത്. ഇനി ഇന്ന് അധ്യായം 5 ദക്ഷന്റെ യാഗം ഭഗവാൻ മഹാദേവന്റെ കോപാഗ്നിയിൽ നിന്നും ആവിർഭവിച്ച വീരഭദ്രസ്വാമിയാൽ നശിക്കപ്പെടുന്നു. വിഫലമായി പോകുന്നു എന്ന് വെച്ചാൽ ഫലം കാണാതെ പോകുന്നു എന്നർത്ഥം. അതാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ കാണുന്നത്. ദക്ഷന്റെ ആ യാഗം മുഴുവൻ വീരഭദ്രനാൽ നശിച്ചു പോകുന്നു. അത് എത്ര വലിയ യജ്ഞ മഹോത്സവമായിട്ടാണ് നടത്താൻ ആരംഭിച്ചത്, അതങ്ങ് ഫലം കാണാതെ പോകുന്നു എന്നാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ശ്ലോകം 1 നമുക്കറിയാം. മൈത്രേയ മഹർഷി വിതുരരോട് പറയുന്നു. മൈത്രേയ ഉവാച. ഭവോ ഭവാന്യ നിധനം പ്രജാപതേ അസത്കൃതായ അവഗമ്യ നാരദാത് സ്വപാർഷദ സൈന്യം ച തദ് അധ്വര ഋഭുഭിഃ വിദ്രാവിദം ക്രോധം അപാരം അദാധേ. ഭവഃ മഹാദേവൻ പ്രജാപതി, അതായത് ആ ദക്ഷ പ്രജാപതിയാൽ അസത്കൃതായ എന്ന് വെച്ചാൽ അവഗണിക്കപ്പെട്ട ഭവാന്യ തൻ്റെ പത്നിയായിട്ടുള്ള സതിയുടെ നിധനം മരണത്തെക്കുറിച്ചും സ്വപാർഷദ സൈന്യം സ്വന്തം പാർഷദന്മാരാകുന്ന ആ സൈന്യം തത് അധ്വര ഋഭുഭിഹി, അതായത് തത് ആ ദക്ഷന്റെ യാഗശാലയിൽ വെച്ച് ഭൃഗു മഹർഷിയിൽ നിന്നും ഉണ്ടായ ഋഭുഭിഹി എന്ന് വെച്ചാൽ ഋഭുക്കളാകുന്ന ദേവന്മാരാൽ വിദ്രാവിധം അവരാൽ ആക്രമിക്കപ്പെട്ട് ഭഗവാന്റെ ഭൂതഗണങ്ങൾ ആ യാഗസ്ഥലത്ത് നിന്നും ഓടി ഒളിച്ചതായും നാരദ മഹർഷി അവഗമ്യ പറഞ്ഞുകൊടുത്തു. മഹാദേവന്റെ അടുത്ത് ചെന്ന് ആ യജ്ഞശാലയിൽ വെച്ച് സതീദേവി ശരീരം ഉപേക്ഷിച്ചത് ദക്ഷനാൽ അപമാനിക്കപ്പെട്ടിട്ട് പിന്നെ അത് കണ്ട് ഭഗവാന്റെ പാർഷദന്മാരായ ഭൂതഗണങ്ങൾ ദക്ഷനെ വധിക്കാൻ ചെന്നപ്പോൾ ഋഭുക്കൾ എന്ന ദേവന്മാർ ഭൃഗു മഹർഷിയുടെ ആ യജ്ഞത്തിൻ്റെ ഫലമായിട്ട് ജന്മം കൊണ്ട ഋഭുക്കൾ എന്ന ദേവന്മാർ ഈ ഭൂതഗണങ്ങളെ ഓടിച്ചു കളഞ്ഞതും ആക്രമിച്ചതും ഒക്കെ നാരദ മഹർഷി മഹാദേവനെ അറിയിച്ചു. അങ്ങനെ അവഗമ്യ നാരദ മഹർഷിയിൽ നിന്നും അറിഞ്ഞ മഹാദേവൻ ക്രോധം അപാരം അധാതെ, അത്യധികമായ കോപത്തെ ഉണ്ടാക്കി നിന്ന് മഹാദേവനിൽ അത് അത്യധികമായ കോപത്തെ ഉണ്ടാക്കി. ഈ ഭഗവാന്റെ ആ കോപത്തിൽ നിന്ന് എന്താണ് സംഭവിച്ചത്? ശ്ലോകം 2. ക്രുദ്ധഃ സുദുഷ്ട ഓഷ്ടപുടഃ സഹ ദുർജഡീ. ക്രുദ്ധഃ സുദുഷ്ട ഓഷ്ടപുടഃ സഹ ദുർജഡിഃ ജഡാം തഡിത് വഹനി സഹ
സഡാ സഹ അല്ല തടി വഹനി സഡാ ഉഗ്ര രോജിഷം ഉത്കൃത്യ രുദ്ര സഹസ ഉത്തിതഃ ഹസൻ ഗംഭീരനാദഃ വിസസർജതാം ഭുവിഹി. ക്രുദ്ധഃ കോപിഷ്ഠനായ ആ മഹാദേവൻ, ആ മഹാദേവൻ സഹ ദുഷ്ട ഓഷ്ട, തൻ്റെ മഹാദേവൻ തൻ്റെ സുദുഷ്ട ഓഷ്ട എന്ന് വെച്ചാൽ തൻ്റെ ആ ചുണ്ടുകൾ, ആ അധരങ്ങൾ, തൻ്റെ ആ പല്ലുകൾ കൊണ്ട് ആ ചുണ്ടുകളെ ഓഷ്ടപുടഹ കടിച്ചമർത്തിയെന്ന് ആ കോപം കൊണ്ട്. എന്നിട്ട് സഹ ദുർജടി എന്ന് വെച്ചാൽ ശിരസിൻ്റെ ഭാഗത്ത് നിന്നുള്ള മുടിനാര്, ജഡാം, തൻ്റെ ജടയിലെ ആ ഭഗവാന്റെ ചിതറി വീണ ജടയിലെ ആ ശിരസിൻ്റെ ഭാഗത്ത് നിന്നുള്ള ആ ജഡാമുടി തടിത് വഹനി, അതായത് തടിത് എന്ന് വെച്ചാൽ ഇടിമിന്നൽ, വഹ്നി എന്ന് വെച്ചാൽ അഗ്നി, ഇടിമിന്നലും അഗ്നിയും പോലെ ഉഗ്രരോജിഷം ഭയാനകമായിട്ടുള്ള ഭഗവാന്റെ ജടയുടെ, അതാണ് പറയുന്നത്, ഇടിമിന്നലും അഗ്നിയും പോലെ ഭയാനകമാകുന്ന ഭഗവാന്റെ ആ ചിതറിക്കിടക്കുന്ന ജടയുണ്ടല്ലോ, ആ ജടയുടെ ശിരസിന്റെ ഭാഗത്തു നിന്നും മുടിങ്ങ് ഉത്കൃത്യ, ഭഗവാൻ ആ കോപം കൊണ്ട് പറിച്ചിങ്ങോട്ട് എടുത്തിട്ട് രുദ്ര, ആ മഹാദേവൻ സഹസ ഉത്തിത, ഇരിക്കുന്നിടത്ത് നിന്ന് ചാടി എണീറ്റിട്ട് ഹസൻ ഗംഭീരനാഥ, ഉറക്കെയുള്ള ശബ്ദത്തിൽ ഉറക്കെ ഇങ്ങ് അലറി അട്ടഹസിച്ചുകൊണ്ട് വിസസർജ താം ഭുവി, ഭൂമിയിലേക്ക് ആ മുടിയെ, ആ ജടാമുടിയെ അങ്ങ് വലിച്ചെറിഞ്ഞു എന്ന്. ശിരസീന ആ കോപം കൊണ്ട് ജടാമുടി ഇങ്ങോട്ട് പറിച്ചെടുത്ത് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. സതിയുടെ ദേഹവിയോഗവും ഭൂതഗണങ്ങൾ ഓടിപ്പോയതും ആക്രമിക്കപ്പെട്ടതും കൂടി അങ്ങോട്ട് കേട്ടപ്പോൾ ദേഷ്യം സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ മഹാദേവൻ ആ പല്ലുകൊണ്ട് ചുണ്ടുകളൊക്കെ കടിച്ചമർത്തിയിട്ട് ഇരിക്കുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് ആ ജടപിടിച്ച മുടിയുടെ ശിരസിന്റെ ഭാഗത്തുനിന്ന് മുടി ഇങ്ങോട്ട് പറിച്ചിങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ആ എന്താ പറയാ, ദേഷ്യം ഉറക്കെ അലറിക്കൊണ്ട് ആ മുടിയെ ഭൂമിയിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. അപ്പൊ ഭഗവാന്റെ ആ കോപത്തിൽ നിന്നും അതിൽ നിന്നും ഉദ്ഭവിച്ചതാണ് വീരഭദ്രസ്വാമികൾ. അതാണ് പറയുന്നത് ശ്ലോകം 3. തതഃ അധികായ തനുവാ സ്പൃശന്ദിവം സഹസ്രബാഹുഃ ഘനരുക് ത്രിസൂര്യദൃക് കരാളദംഷ്ട്ര ജ്വലത് അഗ്നിമൂർധജഃ കപാലമാലി വിവിധ ഉദ്യത ആയുധഃ. തതഃ അനന്തരം, ഭഗവാൻ അങ്ങനെ ആ ജടാമുടി ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അനന്തരം അധികായ തനുവ, വളരെ വലിയൊരു ശരീരരൂപത്തിൽ, സ്പൃശന്ദിവം ആകാശത്തെ സ്പർശിക്കുമാറ്, സഹസ്രബാഹു ആയിരക്കണക്കിന് കൈകളോടുകൂടിയ വീരഭദ്രസ്വാമികളുടെ വർണ്ണനയാണ് കേട്ടോ. വളരെ വലിയ ശരീരം, ആകാശത്തെ സ്പർശിക്കുന്ന രീതിയിൽ ആയിരക്കണക്കിന് കൈകളോടെ, ഘനരുക്ക് എന്ന് വെച്ചാൽ കാർമേഘത്തിൻ്റെ നിറം, അപ്പൊ ഇരുണ്ട നിറം, ത്രിസൂര്യദൃക്ക് 3 സൂര്യന്മാരെ പോലെയുള്ള തൃക്കണ്ണ്, 3 കണ്ണുകള്, കരാളദംഷ്ട്ര ഭയാനകമായ ദംഷ്ട്ര, ജ്വലത് അഗ്നിമൂർധജ, ജ്വലത് അഗ്നി ജ്വലിക്കുന്ന അഗ്നി പോലെയുള്ള ശിരസിലെ ജടാമുടി, കപാലമാലി അതായത് തലയോട്, മനുഷ്യന്റെ തലയോടുകൊണ്ടുണ്ടാക്കിയ മാല, വിവിധ ഉദ്യത ആയുധ, പലവിധത്തിലുള്ള ആയുധങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വളരെ വലിയ ശരീരത്തോടുകൂടിയ വീരഭദ്രസ്വാമി അവിടെ ആവിർഭവിച്ചു. ഭഗവാന്റെ കോപത്തിൽ നിന്ന്, ആ ദേഷ്യത്തിൽ, ആ വലിച്ചെറിഞ്ഞ ജടാമുടിയിൽ നിന്ന്, ആ വളരെ വലിയ ശരീരത്തോടും ആകാശം മുട്ടെ വലുപ്പാണെന്ന ആയിരക്കണക്കിന് കൈകളോടും കറുത്ത നിറത്തോടും തൃക്കണ്ണുകളുമുള്ള ഭയാനകമായ ദംഷ്ട്രയും ജ്വലിക്കുന്ന തീ പോലെയുള്ള ജടാമുടിയും, അതുപോലെ ഈ കപാലമാലി തലയോടുകൊണ്ടുള്ള മാലയും വിവിധ ആയുധങ്ങളും ഉയർത്തിപ്പിടിച്ചുള്ള കൈകളുമായിട്ട് വീരഭദ്രസ്വാമി അവിടെ ആവിർഭവിച്ചു. ശ്ലോകം 4. തം കിം കരോമീദം ഗൃണന്തം ആഹാ ബദ്ധാഞ്ജലിം ഭഗവാൻ ഭൂതനാഥഃ ദക്ഷം സയജ്ഞം ജഹി മദ്ഭടാനാം ത്വം അഗ്രണിഹി രുദ്രഭട അംശഗോ മേ. ആ വീരഭദ്രസ്വാമി മഹാദേവനെ തൊഴുതിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നതാണ്. തം അവൻ, ആ വീരഭദ്രസ്വാമി, കിം കരോമി ഞാൻ എന്ത് ചെയ്യണം, ഇപ്രകാരം ഗൃണന്തം ചോദിച്ചു എന്ന് ഭഗവാൻ ഭൂതനാഥ, ഭഗവാൻ മഹാദേവനോട് ബന്ധാഞ്ജലിയും കൈകൾ കൂപ്പിപ്പിടിച്ച്, ആ വീരഭദ്രസ്വാമി 2 കൈയും കൂപ്പിപ്പിടിച്ച് മഹാദേവനോട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ ആഹാ മറുപടി പറഞ്ഞു എന്ന്.
മഹാദേവൻ മറുപടി പറഞ്ഞു, ദക്ഷം, ആ ദക്ഷനെ, സയജ്ഞം, ആ യജ്ഞത്തോടുകൂടി, അതായത് ആ യജ്ഞത്തെയും ദക്ഷനെയും ആ യജ്ഞശാലയിൽ വെച്ച് ഒരുമിച്ച് ജഹി, വധിച്ചു കളഞ്ഞേക്കണം. മദ്ഭടാനാം, എൻ്റെ ഭടന്മാരുടെ ഇടയിൽ ത്വം, നീ അഗ്രണി, മുഖ്യനാണ്. അതായത് എൻ്റെ ഭൂതഗണങ്ങളുടെ കൂട്ടത്തിൽ മുഖ്യനായി നിന്നുകൊണ്ട് രുദ്രഭട, യുദ്ധം ചെയ്യാൻ അത്രയ്ക്ക് നൈപുണ്യമുള്ള ഭൂതഗണങ്ങളിലെ പടനായകനായി നിന്നുകൊണ്ട് മേ അംശകേ, നീ എൻ്റെ അംശമാണ്, എൻ്റെ ശരീരത്തിൽ നിന്ന് ജനിച്ചവനാണ്. അപ്പോൾ നീ എൻ്റെ അംശമായി നിന്നിട്ട് എൻ്റെ ഭൂതഗണങ്ങളുടെ മുഖ്യ നായകനായി നിന്നുകൊണ്ട് ദക്ഷനെയും ആ യജ്ഞത്തോടു കൂടി അങ്ങ് വധിച്ചു കളഞ്ഞേക്കണം. ഇതായിരുന്നു ഭഗവാന്റെ ആജ്ഞ. ശ്ലോകം 5. ആജ്ഞപ്ത ഏവം കുപിതേന മന്യുന സ ദേവദേവം പരിചക്രമേ വിഭും മേനെ തദാത്മാനാം അസംഗരം അസംഗരംഹസ അഹം അസംഗരംഹസ മഹീയസാം താതാ സഹ സഹിഷ്ണും. ആജ്ഞപ്ത ഏവ, ഇപ്രകാരം ആജ്ഞാപിച്ചു. കുപിതേന മന്യുന, കുപിതനായ മഹാദേവൻ, കോപത്തോടുകൂടി നിൽക്കുന്ന, മനസ്സോടുകൂടി നിൽക്കുന്ന മഹാദേവൻ ഇപ്രകാരം ആജ്ഞാപിച്ചപ്പോൾ സഹ, ആ വീരഭദ്രൻ, ദേവദേവം വിഭും, ദേവന്മാരുടെ ദേവനായ മഹാദേവനെ പരിചക്രമേ, ആദ്യം തന്നെ ഒന്ന് പ്രദക്ഷിണം വെച്ചു. ശരി, ആ പ്രദക്ഷിണം വെക്കുന്നത് എന്താ? ഞാൻ ഏറ്റു, ഇനി ഞാൻ അത് ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഭഗവാനെ അങ്ങ് പ്രദക്ഷിണം വെച്ചു. ഈ പ്രദക്ഷിണം വെച്ചപ്പോൾ മേനെ, മേനെ എന്ന് വെച്ചാൽ ആ വീരഭദ്രന് മനസ്സിലായി എന്ന്. എന്ത്? തത് ആത്മാനം, ഞാൻ ആരാ, ഞാൻ നീ എൻ്റെ അംശമാണെന്ന് നേരത്തെ മഹാദേവൻ പറഞ്ഞു ഇപ്പം തന്നെ. അപ്പോൾ അത് കേട്ടറിവായിരുന്നുള്ളൂ. ഭഗവാനെ അങ്ങ് പ്രദക്ഷിണം വെച്ചപ്പോൾ വീരഭദ്രന് മനസ്സിലായി ഞാൻ ആരാണെന്ന്. മഹാദേവനെ പ്രദക്ഷിണം വെക്കാൻ ആർക്കാ കഴിയുക? മഹാദേവനെ പറ്റുള്ളൂ അല്ലേ? വേറെ ആർക്കെങ്കിലും നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മുഴുവൻ പ്രദക്ഷിണം വെക്കാറില്ലല്ലോ. നമ്മൾ ഒരു 75% പോയി തിരിച്ചിങ്ങോട്ട് വരും. ഭഗവാനെ ചുറ്റാൻ പ്രദക്ഷിണം ചെയ്യാൻ ഭഗവാനെ പറ്റുള്ളൂ. അപ്പോൾ മഹാദേവനെ പ്രദക്ഷിണം ചെയ്തപ്പോൾ വീരഭദ്രസ്വാമികൾ മേനെ മനസ്സിലാക്കി, തം ആത്മാനം, ഞാൻ ആരാണെന്ന്, അസംഗരംഹസ, എൻ്റെ അത്യധികമായ ശക്തി, അതായത് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത എൻ്റെ ശക്തി എന്താണെന്ന് അദ്ദേഹം അറിഞ്ഞു. മഹീയസ, മഹാത്മാക്കളുടെ സഹ, ആ ശക്തിയെ സഹിഷ്ണും, ചെറുക്കാൻ കെൽപ്പുള്ളവനാണ് ഞാൻ എന്ന് വീരഭദ്രസ്വാമികൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. താതാ എന്ന് വിളിക്കുന്ന ഇവിടെ മൈത്രേയ മഹർഷി കഥ പറഞ്ഞു കൊടുക്കുകയാണല്ലോ. അപ്പൊ വിതുരരെ, അല്ലയോ വിതുരരെ. അപ്പൊ മഹാദേവന്റെ ആജ്ഞ കേട്ടപ്പോൾ വീരഭദ്രൻ ഉടനെ തന്നെ കൈകൾ കൂപ്പി ഭഗവാൻ മഹാദേവനെ ഒന്ന് പ്രദക്ഷിണം ചെയ്തു. അപ്പോഴാണ് വീരഭദ്രസ്വാമികൾക്ക് മനസ്സിലായത് ഞാൻ ആരാണ്, എൻ്റെ ശക്തി എത്രമാത്രമാണെന്ന്. മഹത്തായ ശക്തിയുള്ളവന്റെ ശക്തിയെ പോലും പ്രതിരോധിക്കാൻ, ചെറുക്കാൻ കഴിവുള്ളവനാണ് ഞാൻ എന്ന് അപ്പോഴാണ് വീരഭദ്രസ്വാമികൾക്ക് മനസ്സിലായത്. ശ്ലോകം 6. അന്വീയമാന സഹതു രുദ്രപാർഷദൈഹി ഭൃശം നദദ്ഭി വ്യനദത് സുഭൈരവം ഉദ്യമ്യ ശൂലം ജഗത് അന്തകം സ പ്രാദ്രവത് ഘോഷണഭൂഷണാംഗ്രി. അന്വീയമാനഃ എന്ന് വെച്ചാൽ പിന്തുടരുന്നു. സഹ, ആ വീരഭദ്രൻ, രുദ്രപാർഷദൈ, അതായത് മഹാദേവന്റെ ഭൂതഗണങ്ങൾ ആ വീരഭദ്രനെ പിന്തുടർന്നു. ഭൃശം എന്ന് വെച്ചാൽ വളരെ ഉറക്കെ, നദദ്ബി എന്ന് വെച്ചാൽ അലറിക്കൊണ്ട്, വ്യനത് സുഭൈരവം എന്ന് വെച്ചാൽ ഭയങ്കരമായ ശബ്ദത്തോടെ ഉറക്കെ അലറിക്കൊണ്ട് മഹാദേവന്റെ ഭൂതഗണങ്ങൾ ഈ വീരഭദ്രസ്വാമിയെ പിന്തുടർന്നുകൊണ്ട് ഇവർ നേരെ പോവാണ് യജ്ഞശാലയിലേക്ക്, ദക്ഷന്റെ യജ്ഞശാലയിലേക്ക്, ദക്ഷനെ വധിക്കുവാനായിട്ട്. അതിനായി ഉദ്യമ്യ ശൂലം, ത്രിശൂലത്തെ ഉയർത്തിപ്പിടിച്ചു. ജഗത് അന്തകം, ഈ ജഗത്തിന്റെ അന്തകനാണ് ആരാ? മരണം അല്ലേ? അതായത് കാലൻ. ആ ജഗത്തിന്റെ അന്തകനായിട്ടുള്ള മരണത്തിനെ പോലും അന്തകം, മരണത്തിനെ വധിക്കുന്നത്, മരണത്തിന്റെ അന്തകനാണെന്ന് ആ ത്രിശൂലം. അത് നമുക്ക് ഒരാളുടെ കഥ ഓർമ്മ വരും അത് പറയുമ്പോൾ. മരണത്തിന്റെ അന്തകനാണ് ആ ത്രിശൂലം എന്ന് പറയുമ്പോൾ മരണത്തിൽ നിന്നും ഭഗവാൻ ഒരാളെ കടത്തിക്കൊണ്ടു പോകുന്നില്ലേ? ആരെയാ? ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ യമരാജൻ വന്ന് കൊണ്ടുപോകാൻ വന്നപ്പോൾ ആ കൊച്ചു ബാലൻ
മാർക്കണ്ഡേയൻ. അതായത് മരണത്തിനെ പോലും ഇല്ലാതാക്കാൻ, അതിനെ പോലും വധിക്കാൻ കഴിവുള്ളതാണ് ഭഗവാന്റെ ആ തൃശൂലം. അതാണ് ജഗത് അന്തകം, ജഗത്തിലെ അന്തകം, ആ മരണത്തിന്റെ അന്തകനായിട്ടുള്ള ആ തൃശൂലത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ വീരഭദ്രസ്വാമികളും ഭഗവാന്റെ ഭൂതഗണങ്ങളും സപ്രാതവത് ആ യാഗശാലയിലേക്ക് ഓടിച്ചെന്നു. ഘോഷണ ഭൂഷണാംഗ്രി, അവരുടെ കാലിൽ കെട്ടിയിട്ടുള്ള ചിലങ്കയിൽ നിന്നുള്ള ഉറക്കെയുള്ള കിലുക്കം എന്ന് പറയാൻ പറ്റില്ല, അലർച്ച എന്ന് വേണം കേൾക്കാൻ. അങ്ങനെയാണ് അവർ കുതിച്ചു ചാടിയിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ഇവരുടെ കാലുമത്തൊക്കെ ചിലങ്കയുടെ അലർച്ചയും കൂടി അങ്ങോട്ട് ആയിട്ട് ഇവരെല്ലാവരും കൂടി ഈ തൃശൂലവും ഉയർത്തിപ്പിടിച്ച് ഉറക്കെ അലറിക്കൊണ്ട് യജ്ഞശാലയിലേക്ക് ദക്ഷനെ വധിക്കുവാനായിട്ട് ഓടിച്ചെല്ലുകയായിരുന്നു. ശ്ലോകം 7. അത ഋത്വിജഃ യജമാനഃ സദസ്യ കുകുബി ഉദീജ്യാം പ്രസമീക്ഷ്യ രേണും തമ കിം ഏതത് കുത ഏതത് രജ അഭൂത് രജഃ അഭൂത് ഇതി ദ്വിജപത്ന്യഃ ച ദദ്യുഃ. തഥാ, അപ്പോൾ ആ സമയത്ത് യജ്ഞശാലയിൽ ഋത്വിജഃ പുരോഹിതന്മാരും യജമാനഃ ആ യാഗത്തിന്റെ യജമാനനായ ദക്ഷനും സദസ്യ ആ യജ്ഞത്തിൽ പങ്കെടുക്കാൻ വന്ന സദസ്സിലുള്ളവരെല്ലാം എല്ലാവരും കുകുബി ഉദീജ്യാം വടക്ക് ദിക്കിലേക്ക് നോക്കിയപ്പോൾ പ്രസമീക്ഷ കണ്ടൂന്ന് രേണു പൊടിക്കാറ്റെന്ന്. അപ്പോൾ ഊഹിക്കാലോ, വടക്കു ഭാഗത്തുനിന്ന് അവർ ചീറിപ്പാഞ്ഞ് വരുന്നതിൻ്റെ പൊടി രേണുക്കള്, പൊടി കാറ്റുപോലെ അങ്ങോട്ട് വന്നിട്ട് ഇവരിയ്ക്കുന്ന യജ്ഞശാലയിൽ പൊടി കൊണ്ട് നിറഞ്ഞു, പൊടിക്കാറ്റടിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാൻ പറ്റാത്ത പോലെ പൊടി അങ്ങോട്ട് നിറഞ്ഞു എന്ന് ഈ യജ്ഞശാലയിൽ. അകലേന്ന് അവർ ഓടി വരുന്നതിൻ്റെ ആ ഒരു പ്രത്യാഘാതമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ആ യജ്ഞശാലയിൽ ദക്ഷനും അതുപോലെ മറ്റു പുരോഹിതന്മാരും മറ്റു സദസ്സിലുള്ളവരെല്ലാവരും വടക്ക് ദിക്കിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് പൊടിയായിട്ടുള്ളൊരു കൊടുങ്കാറ്റ്, പൊടി കൊടുങ്കാറ്റ് വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവർ തമഹ, ഭയങ്കര ഇരുട്ടും, പരസ്പരം കാണാൻ പറ്റുന്നില്ല. അപ്പോൾ തമഹ, ആ ഇരുട്ട്, കിം ഏതത്, എങ്ങനെയുണ്ടായി, കുതഹ, എവിടെ നിന്ന് വന്നു, ഏതത് രജോ അഭൂത്, ഈ പൊടിയൊക്കെ എങ്ങനെയുണ്ടായി, ഇതി ഇപ്രകാരം ദ്വിജ ബ്രാഹ്മണന്മാരും ദ്വിജപത്ന്യ ബ്രാഹ്മണന്മാരുടെ പത്നിമാരും ദദ്യു പരസ്പരം പറഞ്ഞു എന്ന്. കേട്ടോ, അവർക്ക് മനസ്സിലാവണില്ല അത് എവിടുന്ന് ഈ പൊടിയടിക്കുന്നത്, എവിടുന്ന് ഈ കാറ്റ് പോലെ ഇരുട്ട് മൂടുന്നത്, ആരെയും കാണാൻ പറ്റുന്നില്ല ആ യാഗശാലയിൽ. എന്താണിത് സംഭവിക്കുന്നത്, ഇവിടെ നിന്നാണ് ഈ പൊടിക്കാറ്റ് വരുന്നത്, ഇത് എങ്ങനെയുണ്ടായി, എങ്ങനെയാണ് ഈ പൊടിപടലങ്ങൾ ഇങ്ങനെ പാറുന്നത് എന്ന് അവിടെ ഇരിക്കുന്ന ബ്രാഹ്മണരും ബ്രാഹ്മണ പത്നിമാരും പരസ്പരം വിളിച്ചു പറഞ്ഞു. എന്തുകൊണ്ടാണ് സംഭവിക്കണേന്ന് അറിയുന്നില്ല. അപ്പോൾ അവർ സംശയങ്ങൾ പറയാണ്. അതായത് വല്ല കള്ളന്മാരും കൊള്ളക്കാരും ആക്രമിക്കാൻ വരുന്നതാണോ? എല്ലാ ദേവീ ദേവന്മാരും മുഴുവൻ ആഭരണങ്ങളോടും കൂടിയൊക്കെയാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വല്ല കൊള്ളക്കാരൊക്കെ ആക്രമിക്കാൻ വരുന്നതാണോ? ഇനി കാലികളും പശുക്കളും കൂട്ടമായി ഓടി വരുന്നതാണോ? അതോ ഇനി ലോകാവസാനമാണോ? എന്താണ് ഇവിടെ സംഭവം? അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ പൊടിക്കാറ്റ് വരാൻ കാരണമെന്ന് അവർ ചോദിക്കുന്നതാണ് ശ്ലോകം 8. വാദ ന വാന്തി ന ഹി സന്ധി തസ്യവഹ പ്രാചീനബർഹി ജീവതി ഹ ഉഗ്രദണ്ഡഃ ഗാവോ ഗാവഃ ന കാല്യന്ത ഇദം കുതോ കുതഃ രജോഹോ ലോക അധൂനാ കിം പ്രളയായ കൽപ്പതേ. അതായത് വാദ ന വാന്തി എന്ന് വെച്ചാൽ കൊടുങ്കാറ്റ് വീശുന്നില്ലല്ലോ, കൊടുങ്കാറ്റായിട്ട് ഇവിടെ ഈ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ വീശുന്നില്ല. നമ്മൾ ഇരിക്കുന്ന ഈ യാഗശാലയിലേക്ക് മാത്രമാണ് ഈ പൊടിക്കാറ്റ്, ഈ പൊടി ഇങ്ങനെ പാറി വരുന്നത്. അതാണ് അവർ പറയുന്നത് വാദാന വന്തി, കൊടുങ്കാറ്റ് വീശുന്നില്ല. നാ ഹി സന്ധി ദസ്യവഹ, ദസ്യവ കൊള്ളക്കാരെ, കൊള്ളക്കാർ, നാ ഹി സന്ധി കൊള്ളക്കാർ ഇവിടെ വരാൻ ഒരു സാധ്യതയുമില്ല. കാരണം പ്രാചീന ബർഹി, അന്നേരം ആ ദേശത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ബർഹിസ് എന്ന രാജാവ് ജീവതി, ജീവിച്ചിരിക്കുന്നുണ്ട്. ഹാ ഉഗ്രദണ്ഡ, അദ്ദേഹം ഭയങ്കര എന്താ പറയുക, ഉഗ്രമായ ദണ്ഡനം കൊടുക്കുന്ന ആളാണ്. കള്ളന്മാർക്കും കൊള്ളക്കാരെയൊക്കെ ഉഗ്രമായ ദണ്ഡനം, ശിക്ഷ കൊടുത്ത് അവരെയൊക്കെ ഇല്ലാതാക്കിയിട്ടുള്ള ആളാണ് അവിടെ ഭരിക്കുന്ന ബർഹി രാജാവ്, പുരാതന ബർഹി രാജാവ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് കള്ളന്മാരും കൊള്ളക്കാരും ഇപ്പം ഇങ്ങോട്ട് ഓടി വരാൻ, നമ്മളെ ആക്രമിക്കാൻ വരാൻ ഒരു സാധ്യതയുമില്ല. പൊടിക്കാറ്റ് വീശുന്നില്ല. ഇനി ഗാവോ, പശുക്കൾ ന കാല്യന്ത, കൂട്ടം കൂട്ടമായിട്ട് ഓടി വരുന്നത് കൊണ്ടാണോ ഇങ്ങനെ പൊടി പാറുന്നത്? അതുമല്ല, ഇവിടെ ആരും അങ്ങനെ പശുവിനെ മേയ്ക്കാൻ വരുന്നില്ല. ഇതം കുതഹരജോ, പിന്നെ എവിടെ നിന്നാണ് ഈ പൊടി മുഴുവൻ അടിക്കുന്നത്? ഇനി ലോക അധൂന, അധൂന എന്ന് വെച്ചാൽ ഇനി ഇപ്പോൾ ലോക, ഈ ലോകം കിം പ്രളയായ, പ്രളയത്തിൽപ്പെട്ട് കൽപ്പതേ, ആ കൽപ്പത്തിന്റെ അവസാനത്തിൽ നശിക്കാൻ പോവുകയാണോ? ഇനി അതാണോ സംഭവിക്കുന്നത്? അവരിങ്ങനെ പരസ്പരം
അവരുടെ സംശയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൊടിക്കാറ്റ് വീശുന്നതാണോ, കള്ളന്മാർ കൊള്ളയടിക്കാൻ വരുന്നതാണോ? അങ്ങനെ ആവാൻ സാധ്യതയില്ല. കാരണം ഇന്ന് ഈ സ്ഥലം, ഈ ദേശം ഭരിക്കുന്ന പുരാതന ബർഹി രാജാവ് വളരെ വലിയ ഉഗ്രദണ്ഡനം കൊടുത്ത് കള്ളന്മാരെയൊക്കെ ഇല്ലാതാക്കിയിട്ടുള്ളതാ. അതുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്നു ഇപ്പോഴും. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് ഒരു കള്ളന്മാരും കൊള്ളക്കാരും ഈ ദേശം ഇവിടെ ഉണ്ടാവില്ല. ഇനി പശുക്കളെ മേയ്ക്കുന്നതാണോ? ഇവിടെ ആരാണ് ഇനി കൂട്ടം കൂട്ടമായി പശുക്കളെ മേയ്ക്കാൻ? അതുമല്ലെങ്കിൽ ഈ പൊടിക്കാറ്റ് എങ്ങനെ വരുന്നു? ഇനി പ്രളയകാലമായോ? ലോകത്തിൻ്റെ അവസാന സമയമായിട്ടുള്ള പൊടിക്കാറ്റാണോ ഇത്? എന്നൊക്കെ ഈ ബ്രാഹ്മണരും ബ്രാഹ്മണ പത്നിമാരും ഒക്കെ പരസ്പരം എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാവാതെ പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവർക്കേ സംശയമുള്ളൂ. പ്രസൂതിക്ക് യാതൊരു സംശയവുമില്ല, ദക്ഷൻ്റെ പത്നിക്ക് ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന്. അതാണ് ശ്ലോകം 9 കാണുന്നത്. പ്രസൂതി മിശ്ര സ്ത്രീയ ഉദിഗ്ന ചിത്ത ഊജു വിഭാഗഃ വൃജിനസ്യ ഏഷ തസ്യ യത് പശ്യന്തീനാം ദുഹിതൃണാം പ്രജേശഃ സുതാം സതീ അവദദൗ അനാഘാം. പ്രസൂതി മിശ്ര, പ്രസൂതി ഉൾപ്പെടെയുള്ള സ്ത്രീഗണങ്ങൾ ഉദിഗ്ന ചിത്ത, ഭയചകിതമായ അല്ലെങ്കിൽ ഉത്കണ്ഠ നിറഞ്ഞ മനസ്സോടെ ഊജു ഇപ്രകാരം പറഞ്ഞു. മറ്റു ബ്രാഹ്മണരും മഹർഷിമാരും അവരുടെ പത്നിമാരൊക്കെ ഇങ്ങനെ സംശയം പ്രകടിപ്പിച്ചപ്പോൾ പ്രസൂതി മുതലായ കുറച്ച് സ്ത്രീകൾ അവിടെ നിന്നുകൊണ്ട് ഉത്കണ്ഠ നിറഞ്ഞ എന്താണ് സംഭവിക്കാൻ ഇനി പോകുന്നത് എന്ന് ആലോചിച്ച് പേടിച്ച മനസ്സോടുകൂടി അവരിങ്ങനെ പറയാണ്, വിഭാഗ, ഈ അപകടമുണ്ടാവാൻ കാരണം വൃജിനസ്യ ഏഷതസ്യ, ആ പാപപ്രവൃത്തി, ഏഷതസ്യ എന്ന് പറഞ്ഞാൽ ആ ദക്ഷൻ്റെ ആ പാപപ്രവൃത്തിയുടെ ദുഷ്പ്രവൃത്തിയുടെ ഫലമായിട്ടുള്ള വിഭാഗ, അപകടമാണ് ഈ കാണുന്നത്. ഇത് ആരാണോ പശ്യന്തീനാം, നോക്കി നിൽക്കേ, ദുഹിതൃണാം, മറ്റു പുത്രിമാർ നോക്കി നിൽക്കേ, പ്രജേശഃ, ആ ദക്ഷ പ്രജാപതി സുതാം, സ്വന്തം പുത്രിയായ സതിയെ അവദദ്യൗ, അപമാനിച്ചത്, പരിപൂർണ നിഷ്കളങ്കയായിട്ടുള്ള സതീദേവിയെ മറ്റു പുത്രിമാരും എല്ലാവരും നോക്കി നിൽക്കിയ ആ ദക്ഷൻ സ്വന്തം പുത്രിയായ സതിയെ അപമാനിച്ചില്ലേ? ആ മഹാപാപത്തിൻ്റെ അപകടമാണ് ഈ കാണുന്നതെല്ലാം എന്ന് പ്രസൂതി ദേവിയും മറ്റു സ്ത്രീകളും അവരിൽ നിന്ന് പറഞ്ഞു. അവർക്ക് മനസ്സിലായി ഇത് പൊടിക്കാറ്റോ മറ്റു, ഇതിൻ്റെ കാരണം അന്വേഷിച്ച് എവിടേക്കും ചിന്തിക്കണ്ട. ഭഗവാന്റെ മഹാദേവന്റെ പത്നിയായിട്ടുള്ള സതീദേവി, പരിപൂർണ നിഷ്കളങ്കയായിട്ടുള്ള സതീദേവിയെ, സ്വന്തം പുത്രിയെ മറ്റു പുത്രിമാരുടെ മുന്നിൽ വെച്ച് ദക്ഷൻ അപമാനിച്ചപ്പോൾ ആ പാപത്തിൻ്റെ ഫലമായിട്ടുള്ള അപകടമാണ്, വരാൻ പോകുന്ന അപകടമാണ്, അതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത് എന്ന് പ്രസൂതി മറ്റു സ്ത്രീകളും വിളിച്ചു പറഞ്ഞു. ശ്ലോകം 10. യഹ തു അന്ധകാലേ വ്യുപ്ത ജഡാ കലാപ സ്വശൂല സൂചി അർപ്പിത ദിഗ്ജേന്ദ്രഃ വിദത്യ നൃത്യതി ഉദിത അസ്ത്രദോർധ്വജ ഉച്ച അട്ടഹാസസ്തനയിത്നു ഭിന്ന ദിക്. അപ്പൊ യഹതു യസ്തു അന്ധകാലേ വ്യുപ്ത ജഡാ കലാപഃ സ്വശൂല സൂചി അർപ്പിത ദിഗ്ജേന്ദ്രഃ വിദത്യ നൃത്യതി ഉദിതാസ്ത്രദോർധ്വജ ഉച്ച അട്ടഹാസസ്തനയിത്നു ഭിന്ന ദിക്. യഹതു, ആ മഹാദേവൻ, ഇപ്പോൾ പ്രസൂതിയാണ് കേട്ടോ പറയുന്നത്. ആ മറ്റു സ്ത്രീകളും ചേർന്ന് പറയാണ് ഈ വരുന്ന അപകടം എന്താണെന്ന് അവർക്ക് മനസ്സിലായി. അവർ പറയണം ആ മഹാദേവൻ അന്ധകാലേ, ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സംഹാരകാല സമയത്ത് എങ്ങനെയാവുന്നാണ് പറയുന്നത്. ആ സംഹാരകാല നേരത്ത് വ്യുപ്ത ജഡാ കലാപ, തൻ്റെ ജടപിടിച്ച മുടിയെ അഴിച്ചിട്ട് ചിതറിയിട്ട് സ്വശൂല സൂചി, അപ്പം സംഹാരമൂർത്തി ആവുമല്ലോ മഹാദേവൻ. അപ്പോൾ ഈ പ്രളയകാലം, ഈ കൽപ്പത്തിൻ്റെ അവസാനമാവുമ്പോൾ തൻ്റെ ജടയൊക്കെ അഴിച്ചിട്ട് തൻ്റെ ത്രിശൂലത്തിൻ്റെ സൂചി ആ മുനയിൽ തുളച്ച് അർപ്പിത എന്ന് വെച്ചാൽ കയറ്റിയ ദിഗ്ജേന്ദ്ര, ദിക്കുകളെ ഭരിക്കുന്ന ദേവന്മാരെയൊക്കെ ഈ തൻ്റെ ശൂലത്തിൻ്റെ മുനയിൽ ഇങ്ങനെ കുത്തി കയറ്റുന്നെന്ന് അവരെയൊക്കെ. അതായത് സംഹാരകാലമാവുമ്പോൾ ദിക്കുകളെ സംരക്ഷിക്കുന്ന ദേവന്മാരൊന്നും ഇനി വേണ്ട, എല്ലാവരെയും അങ്ങ് വിഴുങ്ങിക്കളയുകയല്ലേ ചെയ്യുന്നത്. എല്ലാവരെയും ഭഗവാൻ ഇല്ലാതാക്കും ആ സംഹാരമൂർത്തി. അപ്പോൾ ജടാമുടിയൊക്കെ അഴിച്ചിട്ട്
തൻ്റെ ശൂലത്തിൻ്റെ സൂചിമുനയിൽ ഇങ്ങനെ തുളച്ചു കയറ്റും ദിക്കുകളെ ഭരിക്കുന്ന ദേവന്മാരെയൊക്കെ. അങ്ങനെ പിന്നെ വിദത്യ എന്ന് വെച്ചാൽ വികസിപ്പിച്ച്, നൃത്യതി നൃത്തം ചെയ്യുന്നു, ഉദിത അസ്ത്ര ദോർധ്വജാൻ, അതായത് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച ആയുധങ്ങളുള്ള കൈകളെ ഇങ്ങനെ വികസിപ്പിച്ച് നൃത്തം ചെയ്യുന്നു. നിറയെ കൈകളിൽ നിറയെ ആയുധങ്ങൾ അതിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഭഗവാൻ നൃത്തം ചെയ്യും. ഉച്ച അട്ടഹാസ, ഉറക്കെ അട്ടഹസിക്കും. എന്നിട്ട് സ്തനയിത്നു ഭിന്ന ദിക്ക്, ഈ ദിക്കുകളെയൊക്കെ ഭേദിക്കുമാറ്, അതായത് ഉറക്കെ ഇടിമിന്നൽ പോലെ, സ്തനയിത്നു ഇടിമിന്നൽ പോലെ ചുറ്റും ദിക്കുകളെ ഭേദിക്കുന്ന പോലെ ഉറക്കെ അട്ടഹസിച്ചിട്ട് കൈകളിലൊക്കെ ആയുധങ്ങൾ പിടിച്ച് ഉയർത്തിപ്പിടിച്ച് ആ കൈകൾ കൊണ്ട് നൃത്തം ചെയ്ത് തൻ്റെ ശൂലത്തിൻ്റെ മുന്നിൽ ദിക്കുകളെ ഭരിക്കുന്ന ദേവന്മാരെയൊക്കെ കോർത്ത് കയറ്റിയിട്ട് ജടകളൊക്കെ അഴിച്ചിട്ട് ഭഗവാൻ നിൽക്കും ആ സംഹാരകാലത്ത്. അങ്ങനെ ഇപ്പൊ നമ്മൾ മഹാദേവനെ കാണുമ്പോൾ ഇത്ര ശാന്തനായിട്ടാണ് മഹാദേവൻ ഇരിക്കുന്നത്. പക്ഷെ സംഹാര സമയത്ത് മഹാദേവന് ഇങ്ങനെ ഒരു മുഖമുണ്ട് എന്ന് പ്രസൂതി ദേവി പറയുകയാണ്. മഹാദേവനെ ഈ പ്രപഞ്ചത്തിന്റെ സംഹാരകാലത്ത് ഇങ്ങനെ ഒരു കോപത്തിൽ, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മഹാദേവൻ മാറും, ഇങ്ങനെ ഒരു രൂപത്തിലേക്ക്. അതുകൊണ്ട് നല്ല സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാനെ കോപിഷ്ഠനാക്കിയാൽ അതേ സംഹാരകാലത്തെ ഭഗവാനെ ഇപ്പൊ കാണേണ്ടി വരുന്നു. അപ്പൊ പ്രസൂതിക്ക് അറിയാം ഈ വരുന്നത് ആരാണെന്ന്, പ്രസൂതി ദേവിക്ക് അറിയാം. സംഹാരകാലത്ത് ഭഗവാൻ അങ്ങനെയാണ്. അങ്ങനെയുള്ള മഹാദേവനെ ദേഷ്യം പിടിപ്പിച്ചാൽ, കോപിഷ്ഠനാക്കിയാൽ ആ സംഹാരമൂർത്തിയായിട്ടുള്ള മഹാദേവനെ ഇവിടെ കാണേണ്ടി വരുമെന്ന്. അതാണ് പ്രസൂതി ദേവി പറഞ്ഞത്. അമർഷയിത്വാത്തം, അങ്ങനെയുള്ള മഹാദേവനെ ദേഷ്യം പിടിപ്പിച്ചാൽ, കോപിഷ്ഠനാക്കിയാൽ, അസഹ്യ തേജസം, ആ ശരീരത്തിൽ നിന്ന് വരുന്ന തേജസ്സിനെ പിന്നെ ഇവിടെ ആർക്കും താങ്ങാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല. മന്യുപ്ലുതം, കോപം കൊണ്ട് വിറയ്ക്കുന്ന ആ ശരീരത്തിൽ നിന്നും, അതാണ് മന്യുപ്ലുതം അസഹ്യ തേജസം, കോപം കൊണ്ട് വിറയ്ക്കുന്ന ആ ശരീരത്തിൽ നിന്നും വരുന്ന തേജസ്സിനെ താങ്ങാൻ ഇവിടെ ആർക്കും സാധിക്കില്ല. പിന്നെ ദുർവിഷഹം, നോക്കാൻ പോലും കഴിയില്ല എന്ന്. ഭ്രൂകുട്യ, ഭഗവാൻ മഹാദേവന്റെ കോപത്തോടു കൂടി നിൽക്കുന്ന മുഖത്തെ ആ പുരികങ്ങളുടെ ചലനം, മുഖത്തേക്ക് നോക്കാൻ നമുക്ക് കഴിഞ്ഞിട്ട് വേണ്ടേ അത് കാണാൻ. നമുക്ക് ആർക്കും നോക്കാൻ പോലും പറ്റാത്ത പുരികങ്ങളുടെ ചലനമായിരിക്കും. കരാളദംഷ്ട്ര, ഭയാനകമായ ദംഷ്ട്രകളായിരിക്കും മഹാദേവനെ. ഉദസ്തഭാഗണം എന്ന് വെച്ചാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ, തേജോഗോളങ്ങളെ വരെ നശിപ്പിച്ചു കളയുന്ന രീതിയിൽ ഭയാനകമായ ദംഷ്ട്രകളായിരിക്കും മഹാദേവനെ. പിന്നെ അത് മാത്രമല്ല വിധാതു, സാക്ഷാൽ ആ വിധാതാവായ ബ്രഹ്മദേവന് പോലും കോപയത, മഹാദേവന്റെ ആ കോപത്തെ സ്യാത് സ്വസ്തിക്കും, നശിപ്പിക്കാൻ, അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെയാണോ ഈ ദക്ഷ പ്രജാപതി? അത് പറയുന്നില്ല, സ്വന്തം ഭർത്താവല്ലേ. ഭഗവാൻ വിധാതാവായ ബ്രഹ്മാവിന് പോലും ആ കോപത്തിൽ നിന്നും രക്ഷയില്ല എന്ന് പറഞ്ഞു നിർത്തി പ്രസൂതി ദേവി. അപ്പൊ സ്വന്തം ഭർത്താവ് പിന്നെ എങ്ങനെ രക്ഷപ്പെടും? അപ്പൊ പ്രസൂതി ദേവിക്ക് മനസ്സിലായി അത്. അപ്പം അതാണ് പറഞ്ഞത്, ഭഗവാൻ ആ സംഹാരകാലത്ത് ഭഗവാൻ അത്രയധികം കോപത്തോടുകൂടി ജടകളൊക്കെ അഴിച്ചിട്ട് ആ സമയത്ത് സംഹാരമൂർത്തിയായിട്ടാണ് മഹാദേവൻ നിൽക്കുക. തൃശൂലത്തിൽ എല്ലാവരെയും തുളച്ചു കയറ്റി എല്ലാത്തിനെയും നശിപ്പിച്ചു നിൽക്കുന്ന മഹാദേവൻ. അങ്ങനെയുള്ള മഹാദേവൻ ഇപ്പോൾ ശാന്തനായിരിക്കുന്നവനാണെങ്കിലും ആ ദേവനെ കോപിഷ്ഠനാക്കിയാൽ ഭഗവാന്റെ ആ കോപത്തിൽ നിന്നും വരുന്ന തേജസ്സിനെ നമുക്ക് ആർക്കും സഹിക്കാൻ കഴിയില്ല. ആ പുരികക്കൊടികളുടെ ചലനത്തെ ഒന്നും നോക്കാൻ പോലും കഴിയില്ല. ഈ നക്ഷത്രങ്ങളെ വരെ ചിതറിപ്പിച്ച് കളയുന്ന ഭയാനകമായ ദംഷ്ട്രകളാണ്. സാക്ഷാൽ വിധാതാവായ ബ്രഹ്മാവിന് പോലും ആ കോപത്തിനു മുന്നിൽ നിന്നും രക്ഷയില്ല എന്ന് പറഞ്ഞ് പ്രസൂതി ദേവി പറയുകയാണ്. ശ്ലോകം 12. ബഹു ഏവം ഉദിഗ്ന ദൃശ ഉച്യമാനേ ജനേനേ ദക്ഷസ്യ മുഹുഹു മഹാത്മനഃ ഉത്പേതു ഉത്പാദമ സഹസ്രശഃ ഭയാവഹ ദിവി ഭൂമൗ ച പര്യക്. ബഹു, വളരെയധികം, ഏവം, ഇപ്രകാരം, ഉദ്വിഗ്നദൃശ, അതായത് ഇങ്ങനെ പേടിച്ചു നിൽക്കുന്ന, ഉച്യമാനെ, അതായത് അവിടെ നിൽക്കുന്ന ആളുകൾ, ജനേനാന്ന് വെച്ചാൽ ആ യാഗശാലയിൽ നിൽക്കുന്ന ജനങ്ങൾ ഇങ്ങനെ സംഭ്രമിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇപ്രകാരം പല വിധത്തിൽ, ഇപ്പോൾ ജനങ്ങൾ പലവിധ അഭിപ്രായം പറയുന്നു, പ്രസൂതി ദേവിയും സ്ത്രീയും ഇങ്ങനെ പറയുന്നു. അങ്ങനെ അവിടെ നിൽക്കുന്നവരെല്ലാം പല വിധത്തിൽ, അതാണ് ബഹു, പല വിധത്തിൽ ഉച്യമാനെ പറഞ്ഞുകൊണ്ടിരിക്കെ ഉത്പേതു, ഉണ്ടായി, ഉത്പാദമ സഹസ്രശഃ, ആയിരക്കണക്കിന്, മനസ്സിലായല്ലോ. അപ്പോൾ ഉണ്ടായി ആയിരക്കണക്കിന്, ഉത്പാദമ, വളരെ എന്താ പറയുക, ഉത്പാദമ എന്ന് വെച്ചാൽ
വളരെ ദുർലക്ഷണങ്ങൾ. ആ യാഗശാലയിൽ സഹസ്രശക ആയിരക്കണക്കിന് ദുർലക്ഷണങ്ങൾ, അതായത് ഇടിമിന്നൽ, പൊടിക്കാറ്റ്, ആകെ ഇരുട്ട് മൂടുന്നു, അങ്ങനെ ഭയങ്കരമായ ദുർലക്ഷണങ്ങൾ ഉത്പേതു അവിടെ ഉണ്ടായി. ഭയാവഹ ഭയപ്പെടുത്തുന്ന രീതിയിൽ ദക്ഷസ്യ മഹാത്മന മഹാത്മാവായിട്ടുള്ള മഹാശക്തിമാനായിട്ടുള്ള ദക്ഷനെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ദുർലക്ഷണങ്ങൾ ആ യജ്ഞശാലയിൽ ഉണ്ടായി. ദിവി ഭൂമൗ ഭൂമിയും ആകാശവും ചപ്പര്യക്ക് പേടിച്ചു, 4 ദിക്കുകളും പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി എന്ന്. അങ്ങനെ ജനങ്ങളും പ്രസൂതി ദേവി മറ്റു സ്ത്രീകളൊക്കെ പലവിധ അഭിപ്രായങ്ങൾ ഇങ്ങനെ സംഭ്രമിച്ചു പറഞ്ഞുകൊണ്ടിരിക്കെ, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കെ മഹാത്മാവായ മഹാശക്തിമാനായ ദക്ഷ പ്രജാപതിയെ പോലെ വരെ വിറപ്പിച്ചു കളയുന്ന രീതിയിൽ, ആകാശത്തെയും ഭൂമിയെയും വിറപ്പിക്കുന്ന പോലെ, ദിക്കുകളൊക്കെ വിറപ്പിക്കുന്ന രീതിയിൽ അവിടെ ആയിരക്കണക്കിന് ദുർലക്ഷണങ്ങൾ അവർ വീരഭദ്രസ്വാമികളും ഭൂതഗണങ്ങളും ചീറിപ്പാഞ്ഞു വരുന്നതിൻ്റെ ദുർലക്ഷണങ്ങൾ, ആയിരക്കണക്കിന് ലക്ഷണങ്ങളാണ് അവിടെ ഉണ്ടായത് എന്നാണ് പറയുന്നത്. ശ്ലോകം 13. താവത് സ രുദ്ര അനുചരേ മഖഃ മഹാൻ നാനായുധൈഃ വാമനൈഃ ഉദായുധൈഃ പിംഗൈഃ പിശങ്കൈഃ മകരോദര ആനനെ പര്യാദ്രവദ്ഭി വിദുര അന്വരുദ്ധ്യത. പര്യാദ്രവദ്ഭിഃ വിദുര അന്വരുദ്ധ്യത. മൈത്രേയ മഹർഷി വിദുര എന്ന് വിളിക്കുമ്പോൾ, അല്ലയോ വിദുരരെ, താവത് അധികം താമസിച്ചില്ല, ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ വളരെ പെട്ടെന്ന് തന്നെ സഹ രുദ്ര അനുചരേ ആ ശിവഭൂതഗണങ്ങൾ മഹാൻമഗഃ ആ മഹാമഹത്തായ യാഗശാലയിലേക്ക് ആ വീരഭദ്രസ്വാമികളുടെ മുൻനിർത്തിക്കൊണ്ട് അവരവിടെ എത്തിച്ചേർന്നു. നാനായുധൈ പലവിധത്തിലുള്ള ആയുധങ്ങൾ കയ്യിൽ, ഉദായുധൈ ഉയർത്തിപ്പിടിച്ച്, വാമനൈഹി ഉയരം കുറഞ്ഞ ആൾക്കാരുണ്ട്, പിങ്കൈഹി എന്ന് വെച്ചാൽ എന്താണ്, കറുത്ത് ഇരുണ്ടവർ, പിശങ്കൈഹി എന്ന് വെച്ചാൽ മഞ്ഞ നിറമുള്ളവർ, ഉയരം കുറഞ്ഞവർ, വാമനൈഹി എന്ന് വെച്ചാൽ ഉയരം കുറഞ്ഞവർ, പിന്നെ മഞ്ഞ നിറമുള്ളവർ, കറുത്ത നിറമുള്ളവർ, മകര ഉദര ആനനെ മകര മത്സ്യത്തിൻ്റെ മുഖവും വയറും ഒക്കെയുള്ള അതേ ആകൃതിയിൽ, അതാണ് പറയുന്നത്. ആ വരുന്ന ഭഗവാന്റെ ഭൂതഗണങ്ങളുടെ വിശേഷണമാണ് പറയുന്നത്. മകര മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള മുഖവും ഉദരവും, സ്രാവ്, മകര മത്സ്യം എന്ന് പറഞ്ഞാൽ സ്രാവാണ്, അതുപോലെയുള്ള മുഖവും ഉദരവുമുള്ള മഞ്ഞ നിറമുള്ള കറുപ്പ് നിറമുള്ള ഉയരം കുറഞ്ഞവരൊക്കെ ആ യാഗശാലയിലേക്ക്, അങ്ങനെയുള്ള ഭഗവാന്റെ അനുചരന്മാരെല്ലാം എത്തിച്ചേർന്ന് പര്യദ്രാവത് ചുറ്റിങ്ങനെ നിന്ന് ഓടി നടന്നു എന്ന്. അന്വരുദ്ധ്യത എന്ന് വെച്ചാൽ, അന്വരുദ്ധ്യത എന്ന് വെച്ചാൽ ചുറ്റപ്പെട്ടു എന്ന്. ആ മഹായാഗശാലയെ അവരാൽ ചുറ്റപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ മഹാദേവൻ്റെ ആ ഭൂതഗണങ്ങൾ വീരഭദ്രസ്വാമിയോടുകൂടി ആ യജ്ഞശാലയിൽ എത്തിയപ്പോൾ അതിൽ ആയുധങ്ങൾ കയ്യിലേന്തിയവർ, ഉയരം കുറഞ്ഞവർ, കറുപ്പും മഞ്ഞയും ഒക്കെ നിറമുള്ളവർ, ഈ മകര മത്സ്യത്തിൻ്റെ അതായത് സ്രാവിൻ്റെ പോലെ മുഖവും വയറും ഒക്കെ ഉദരമൊക്കെയുള്ള പല വിധത്തിൽപ്പെട്ട പല രൂപത്തിലുള്ള ഭൂതഗണങ്ങൾ അവിടെ എത്തിച്ചേർന്നു. അവരെന്നിട്ട് ഈ മഹായജ്ഞം നടക്കുന്ന യാഗശാലയെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞിങ്ങനെ അവരതിൻ്റെ ചുറ്റും അവരാൽ ആവരണം ചെയ്യപ്പെട്ടു, അവരതിനെ ചുറ്റി നടന്നു എന്ന്. അപ്പോൾ അവരാൽ വലയം ചെയ്യപ്പെട്ടു. ഇനി അതിനകത്തുനിന്ന് ആർക്കും രക്ഷയില്ല എന്നർത്ഥം. ഇതിൻ്റെ ബാക്കി നാളെ എടുക്കാം.